ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് വന്നിട്ട് ഭരണഘടനയിലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകളെക്കുറിച്ചാണ്. നമ്മൾ ആമുഖത്തെക്കുറിച്ചും നോക്കി, അതുപോലെ മൗലിക അവകാശങ്ങളും കഴിഞ്ഞു. അടുത്ത എന്തായിരുന്നു? മൗലിക കടമകളാണ്. അതിന് മുമ്പ് നമുക്ക് നിർദ്ദേശക തത്വങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ മൗലിക അവകാശം കഴിഞ്ഞപ്പോൾ മൗലിക കടമകൾ ചെറിയൊരു ടോപ്പിക് എന്ന നിലയിൽ അത് ആദ്യം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ നിർദ്ദേശക തത്വങ്ങളുടെ ക്ലാസ് ഉണ്ടായിട്ട് മൗലിക കടമകളിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് മൗലിക കടമകൾ എന്ന് പറയുന്നത്? നമുക്ക് കുറേ മൗലിക അവകാശങ്ങൾ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് അല്ലേ? അത് നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ നമ്മൾ എന്ത് പറഞ്ഞു? അത് നമുക്ക് കോടതിയിൽ പോയിട്ട് നമുക്കത് നേടിയെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അതുപോലെ ഈ മനുഷ്യന്മാർക്കുള്ള കുറച്ച് കടമകളാണ് നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തോട് നമുക്ക് ചില കടമകൾ കൂടി നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കടമകളെയാണ് ഈ മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ എന്നെല്ലാം പറയുന്നത്. എന്നാൽ ഈ മൗലിക കടമകൾ എന്നുള്ളത് നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലികാവകാശം പോലെ തന്നെ മൗലിക കടമകളൊന്നും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പരമാവധി മൗലിക കടമകളൊക്കെ കേട്ടിട്ടുള്ള എവിടെയാണ് പറഞ്ഞാൽ ഈ സോഷ്യലിസ്റ്റ് കൺട്രീസിലാണ് മൗലിക കടമകളൊക്കെ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടാവുക. അത് അവർക്ക് നിർബന്ധമാക്കപ്പെട്ട കടമകളായിരിക്കും. ഈ സോഷ്യലിസ്റ്റ് കൺട്രിയുടെ പ്രത്യേകത അറിയാലോ. അവിടെയൊക്കെ ഇത് നിർബന്ധമാക്കപ്പെട്ടതാണ്. ഈ ചൈന, റഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ മൗലിക കടമകൾ എന്ന് പറയുന്നത് നിർബന്ധമാക്കപ്പെട്ടതാണ്. അത് നമ്മുടെ രാജ്യം ഒരു സോഷ്യലിസ്റ്റ് കൺട്രി അല്ല, എന്നാൽ ഒരു മുതലാളിത്ത കൺട്രി അല്ല. എന്തായാലും ഭരണഘടന വരുമ്പോൾ ഇത് മൗലിക കടമകൾ ഒരിക്കലും ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 42ാം ഭേദഗതിയിലൂടെ 42ാം ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത്? ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതി നിയമം വന്നത് എപ്പോഴാണ്? 1976 1976 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. എന്നാൽ മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ നമുക്ക് 11 കടമകളാണുള്ളത്. അത് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ 11 ഒന്നുമില്ല. ഒരേ ഒരു ആർട്ടിക്കിളാണുള്ളത്, 51A. ഏതാണ് ആർട്ടിക്കിൾ? 51A എന്നുള്ള ഒരൊറ്റ ആർട്ടിക്കിളിലാണ് ഈ 11 കടമകളും ഉൾപ്പെടുന്നത്. മൗലിക കടമകൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു 1976 42ാം ഭേദഗതി നിയമത്തിലൂടെ ഉൾപ്പെടുത്തിയപ്പോൾ 10 ഉണ്ടായിരുന്നത്. പിന്നീട് 86ാം ഭരണഘടനാ ഭേദഗതി നിയമം 2002 86ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ് 11ാമത് മൗലിക കടമകൾ കൂടി കൂട്ടിച്ചേർത്തത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട കുറച്ച് കാര്യം ഞാൻ പറയാം. ഒന്നാമത്തേത്, ഇത് ഏത് ഭാഗത്ത് വരുന്നു? 4A, ഭാഗം 4Aയിലാണ് വരുന്നത്. അപ്പോൾ ഭാഗം 4Aയിലാണ് എന്ത് ഉൾപ്പെടുന്നത്? മൗലിക കടമകൾ ഉൾപ്പെടുന്നത്. അപ്പോൾ ഭാഗം 4ൽ എന്താ ഉൾപ്പെടുന്നത് ചോദിച്ചാൽ അത് നിർദ്ദേശക തത്വങ്ങളാണ്. അതുപോലെ 51 ആർട്ടിക്കിൾ 51Aയിലാണ് എന്ത് വരുന്നത്? നമ്മുടെ മൗലിക കടമകൾ ആർട്ടിക്കിൾ 51Aയിലാണ് വരുന്നത്. അപ്പോൾ 51ൽ എന്താണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള നിർദ്ദേശക തത്വങ്ങളാണ്. നിർദ്ദേശക തത്വത്തിൻ്റെ അതേ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ മൗലിക കടമകളും ഉൾപ്പെടുന്നത്. ഭാഗം 4ൽ നിർദ്ദേശക തത്വങ്ങൾ, 4Aയിൽ വന്നിട്ടുള്ള മൗലിക കടമകൾ. അതുപോലെ തന്നെ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് എന്ത് വരുന്നത്? നിർദ്ദേശക തത്വം വരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് മൗലിക അവകാശം കഴിഞ്ഞ് നിർദ്ദേശക തത്വം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? മൗലിക കടമകൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മൗലിക കടമകൾ 51A എന്നും അതുപോലെ മൗലിക അവകാശങ്ങൾ 12 to 35 എന്നും നമ്മൾ പഠിച്ച് പറഞ്ഞാൽ നമുക്ക് എന്തും കൂടി കിട്ടും? നിർദ്ദേശക തത്വങ്ങളുടെ ആർട്ടിക്കിളും കൂടി കിട്ടും. അപ്പോൾ ഇത് 4A എന്ന് പറയുന്ന മൗലിക കടമകളും മൗലിക അവകാശങ്ങളും 3 നമുക്കറിയാം. ഭാഗം 3 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ നടുക്ക് കിടക്കുന്ന നിർദ്ദേശക തത്വങ്ങൾ എത്രയായിരിക്കാമെന്ന് നമുക്കറിയാം? 4 ആയിരിക്കാം. 4ാം ഭാഗമാണ് എന്നും കൂടി നമുക്കറിയാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ് എന്ത് വന്നത് എന്ന് പറഞ്ഞു? മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ഇതിന് മുമ്പ് 1976 42ാം ഭേദഗതിയിലൂടെ നമ്മുടെ ആമുഖത്തിൽ എന്തൊക്കെ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞു?
പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് കൂട്ടിച്ചേർത്തു എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. 42ാം ഭേദഗതിയിലൂടെയാണ് എന്ത് കൂട്ടിച്ചേർത്തതെന്നാണ് നമ്മൾ പറഞ്ഞത്. 1976 42ാം ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ് എന്ന പദവും സെക്യുലർ എന്ന പദവും കൂട്ടിച്ചേർത്തത് എന്ന് നമ്മൾ ആമുഖത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് അത് പറയുന്നത് പറഞ്ഞാൽ, ഒന്ന് പറയുമ്പോൾ അതിൽ കൂടെ വേറെ എക്സ്ട്രാ കൂടി ഉൾപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഭാഗം ഓർത്ത് വെച്ചാൽ 4A, ആർട്ടിക്കിൾ ചോദിച്ചാൽ 51A. അതുപോലെ ഭേദഗതി ചോദിക്കുകയാണ് പറഞ്ഞാൽ, ഭരണഘടന ഭേദഗതി ചോദിക്കുകയെന്ന് പറഞ്ഞാൽ മാത്രം നമ്മുടെ മൗലിക കടമകളിൽ 2 ഭരണഘടന ഭേദഗതി ഉണ്ട്. ഒന്ന് 1976 42ാം ഭരണഘടനാ ഭേദഗതി. അതാണ് ഈ മൗലികാവകാശം നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടാൻ കാരണമായത്. രണ്ടാമത് ചോദിച്ചു പറഞ്ഞാൽ 86ാം ഭരണഘടനാ ഭേദഗതി. അത് എപ്പോഴാണ് വന്നു ചോദിച്ചാൽ 2002ലാണ്. അത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഭേദഗതിയും കൂടിയാണ് എന്നും കൂടി ഓർത്തു വയ്ക്കുക. അതിനുശേഷം എന്ത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നമ്മുടെ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി എന്ന് ചോദിച്ചാൽ അത് എന്താണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ക്ഷമിക്കുക. സ്വരൺ സിംഗ് കമ്മിറ്റി. അതായത് നമ്മൾ സ്വന്തമായിട്ട് സ്വയം ചെയ്യേണ്ടതാണ് എന്ത് നമ്മുടെ കടമകളൊക്കെ. അപ്പോൾ സ്വയം കടമകൾ ചെയ്യണം, സ്വന്തമായി ചെയ്യേണ്ട കടമകളാണ് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് വന്നത്? മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അത് നമ്മുടെ ഈ ആഭ്യന്തര അടിയന്തരാവസ്ഥ സമയത്ത്, എപ്പോഴായിരുന്നു അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നത്? 1975 മുതൽ 77 വരെയുള്ള ആഭ്യന്തര അടിയന്തരാവസ്ഥ സമയത്ത് നമ്മുടെ അന്നത്തെ കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായിട്ട് 1976 അതായത് 75 to 77, അപ്പം അതിൻ്റെ ഇടയിൽ 76 എന്ത് ചെയ്തു? ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു? ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. അത് ആരുടേതായിരുന്നു കമ്മിറ്റി? സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ആരായിരുന്നു തലവനായിട്ട്? സർദാർ സ്വരൺ സിംഗ് തലവനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയാണ് എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു മൗലിക കടമകൾ എന്നൊരു അധ്യായം കൂടി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം എന്ന് ശുപാർശ ചെയ്തത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. അതായത് നമ്മൾക്കുള്ള അവകാശങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നുമുണ്ട്, അത് അനുഭവിക്കുന്നുമുണ്ട്. കിട്ടിയില്ല പറഞ്ഞാൽ നമ്മളത് കോടതി മുഖാന്തരവും റിട്ടുകൾ മുഖാന്തരവും നേടിയെടുക്കുന്നില്ലേ? അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കടമകൾ കൂടി നമ്മൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അത് സ്വരൺ സിംഗ് കമ്മിറ്റി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റി പറഞ്ഞതുകൊണ്ടാണ് മൗലിക കടമകൾ വന്നതെങ്കിൽ കൂടി ഈ കമ്മിറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നും എന്ത് ചെയ്തിട്ടില്ല? അന്നത്തെ കോൺഗ്രസ് സർക്കാർ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞ ഒരുവിധം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് 1976 എന്ത് ചെയ്തത്? ഭരണഘടനാ ഭേദഗതി നിയമം വന്നത്. 42ാം ഭരണഘടനാ ഭേദഗതി നിയമം. അപ്പോൾ 1975-77 അടിയന്തരാവസ്ഥ കാലത്താണ് സ്വരൺ സിംഗ് കമ്മിറ്റിയെ എന്ത് ചെയ്തത്? ശുപാർശ ചെയ്തത്. 1976 42ാം ഭേദഗതി നിയമം. അപ്പോൾ നമുക്ക് 42ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ വന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 42ാം ഭേദഗതിയുടെ വർഷം അറിഞ്ഞു പറഞ്ഞാൽ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ വർഷവും നമുക്ക് അറിഞ്ഞിരിക്കും. നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല, ചിലവർ ഇത് വേറെ ഇന്ന് പഠിക്കും, അത് വേറെ ഇന്ന് പഠിക്കും. അപ്പോൾ 42ാം ഭേദഗതിയുടെ ഇത് അറിഞ്ഞു പറഞ്ഞാൽ ആ സമയത്ത് തന്നെയാണ് സ്വരൺ സിംഗ് കമ്മിറ്റിയും വന്നത്. അതിൻ്റെ മുൻപും പിൻപിലുമായിട്ടാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ നടന്നത് എന്ന് ഓർത്ത് വെക്കുക. അങ്ങനെ ഈ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം എന്ത് ചെയ്തത്? നമ്മുടെ ഭരണഘടനയിലെ ഒരു പുതിയ ഭാഗം 4A എന്നുള്ള ഒരു പുതിയ ഭാഗവും ചേർത്ത് ആർട്ടിക്കിൾ 51A കീഴിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു 10 അടിസ്ഥാന കടമകൾ കൂടി കൂട്ടിച്ചേർത്തു. അതിനുശേഷം വീണ്ടും 2002 എന്ത് ചെയ്തു? 86ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഒരു മൗലിക കടമകൾ കൂടി കൂട്ടിച്ചേർത്തിട്ട് 11 മൗലിക കടമകളാക്കി. സ്വരൺ സിംഗ് കമ്മിറ്റി പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 8 മൗലിക കടമകളായിരുന്നു അദ്ദേഹം നിർദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ 10 മൗലിക കടമകളാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ അദ്ദേഹം പറഞ്ഞ എല്ലാത്തിനെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുമില്ല. ആ സ്വരൺ സിംഗ് കമ്മിറ്റി പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഈ മൗലിക കടമകൾ ചെയ്തില്ല പറഞ്ഞാൽ അതിനെ ശിക്ഷിക്കാമെന്ന് സ്വരൺ സിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്ത് ചെയ്തില്ല? ഗവൺമെൻറ് അല്ലെങ്കിൽ പാർലമെൻറ്റ് അത് പാസ്സാക്കിയില്ല, അതിനെ അനുകൂലിച്ചില്ല. അതുപോലെ നമുക്ക് മൗലികാവകാശങ്ങൾ കിട്ടാതെ ഇരിക്കുമ്പോൾ നമുക്ക് കോടതിയിൽ പോകാൻ പറ്റുന്ന പോലെ മൗലിക കടമകൾ
കിട്ടിയില്ലെങ്കിലും കോടതിയിൽ പോകാം എന്നുള്ളതും അദ്ദേഹം മുന്നോട്ട് വെച്ചു. പക്ഷെ അതും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്കറിയാലോ, മൗലിക കടമകൾ കിട്ടിയില്ലാത്ത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതിയിൽ പോകാനൊന്നും പറ്റില്ല. കാരണം അത് നമ്മൾ ചെയ്യേണ്ട കടമയാണ് അല്ലേ. അതുപോലെ നികുതി അടയ്ക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പൗരന്മാരുടെ അടിസ്ഥാന കടമയായിരിക്കണം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ മൗലിക കടമകൾ ചെയ്യാത്ത ഒരു കാരണം കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാളെ ശിക്ഷിക്കാനോ അദ്ദേഹത്തിന് പിഴ ഈടാക്കാനോ കഴിയില്ല. കാരണം അത് ഞാൻ മൗലിക കടമകൾ എന്തൊക്കെയാണ് എന്ന് 11 പറയും. അപ്പം ഞാൻ പറയുന്നുണ്ട് കേട്ടോ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന്. അതുപോലെ നമ്മൾ മൗലിക കടമകൾ പഠിക്കുമ്പോൾ വേറൊരു കമ്മിറ്റിയെ കൂടി പഠിക്കാറുണ്ട്. ഏതാണെന്ന് പറഞ്ഞാൽ അതൊരു വർമ്മ കമ്മിറ്റിയാണ്. എന്താണ് വർമ്മ കമ്മിറ്റിയാണ്? 1999 പൗരന്മാരുടെ അടിസ്ഥാന കടമകളെക്കുറിച്ചുള്ള വർമ്മ കമ്മിറ്റി ചില അടിസ്ഥാന കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകൾ സാധൂകരിച്ചിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിയമവ്യവസ്ഥകളുടെ സാധുത അദ്ദേഹം കമ്മിറ്റി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ നാഷണൽ ഫ്ലാഗായാലും അല്ലെങ്കിൽ ഗാനം, നമ്മുടെ ദേശീയ ഗാനം, ദേശീയ പതാക എന്നിവയോടുള്ള അനാദരവ് എന്ത് ചെയ്യണം, തടയുകയാണ്. അനാദരവ് തടയുക, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട്. നമ്മുടെ ദേശീയഗാനത്തോടും പതാകയോടോ അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയോടുള്ളൊക്കെ അനാദരവ് തടയുക. അതുപോലെ തന്നെ മതത്തിൻ്റെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും ജന്മസ്ഥലത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, ശത്രുത, വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്നതിന് ശിക്ഷ നൽകും എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത് പല ജാതികൾ, പല മതങ്ങൾ, പല ഭാഷകൾ, അങ്ങനെ പല ഭൂപ്രകൃതി എല്ലാം കൊണ്ടും വ്യത്യസ്തമാണല്ലേ. അത് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആ പേരിൽ എന്ത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത്, ശത്രുത വളർത്താൻ പാടില്ല. അതുപോലെ ജാതി, മതം എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് എന്ത് ചെയ്യുന്നു എന്നാണ്, ശിക്ഷ നൽകുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ വന്യജീവികൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ വ്യാപാരം നിരോധിക്കുക. അതുപോലെ വനനശീകരണം, വനഭൂമി വേറെ ഏതെങ്കിലും കാര്യത്തിനായി ദുരുപയോഗപ്പെടുത്തുന്നത്, അതിനെയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നിയന്ത്രിക്കുക. അതുപോലെ ഈ ഭാഷ, മതം, ജാതി, വർണ്ണം, ലിംഗം എന്തൊക്കെയാണോ അതിൻ്റെയൊക്കെ പേരിൽ വോട്ട് ചോദിക്കുകയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നവരെയൊക്കെ എന്ത് ചെയ്യാൻ, അയോഗ്യരാക്കുന്നതിന് അതിനൊക്കെ നിയമങ്ങളുണ്ട്. അതിൽ ഈ ദേശീയ ഗാനം, ഭരണഘടന, പതാക എന്നിവയോടുള്ള അനാദരവിന് വേണ്ടിയിട്ട് തടയുന്ന നിയമമാണ് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് 1971 എന്ന് പറയുന്നത്. അതുപോലെ ജാതി, മതം എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുന്ന നിയമമാണ് ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് 1955. 1955 ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട്. അതുപോലെ ദ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് 1971. അതുപോലെ ഇന്ത്യൻ പീനൽ കോഡ് IPC. ഇന്ത്യൻ ശിക്ഷാ നിയമം എന്താണ്? ഇന്ത്യൻ ശിക്ഷാ നിയമം പറയുന്നത് ദേശോദ്ഗ്രഥനത്തിന് വിരുദ്ധമായ ആരോപണങ്ങളും വാദങ്ങളും ശിക്ഷാർഹമായ കുറ്റങ്ങളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ 1967 നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്ന നിയമം വർഗീയ സംഘടനയെ എന്ത് ചെയ്യുകയാണ്, നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന നിയമം. അതുപോലെ നമ്മൾ പറഞ്ഞു ജാതിയുടെ മതത്തിൻ്റെ പേരിൽ വോട്ട് ചെയ്യിക്കരുത്, അങ്ങനെയുള്ളവരെ അയോഗ്യരാക്കുമെന്ന് പറഞ്ഞു. ജനാധിപത്യ നിയമം റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1951. അതുപോലെ നമ്മുടെ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നുണ്ട്. അതുപോലെ ദ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, വനഭൂമി വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഫോറസ്റ്റ് കൺസർവേഷൻ ആക്റ്റുമാണ്. ഇനി നമുക്ക് ഇതാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പുറത്തു നിന്ന് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് മൗലികാവകാശങ്ങൾ, ആ 11 മൗലികാവകാശങ്ങൾ പഠിക്കാമല്ലേ. എന്തൊക്കെയാണ് 11 മൗലികാവകാശങ്ങൾ? നമ്മളുടെ ഇന്നത്തെ സ്കൂൾ പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അതിൽ എന്തുണ്ട്, മൗലികാവകാശങ്ങളുണ്ട്, ആമുഖമുണ്ട്. ഇതൊക്കെ മിക്ക സ്കൂൾ ടെക്സ്റ്റുകളിലും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇടയിൽ ഈ ബുക്കുകൾ എടുക്കുമ്പോൾ അതൊന്ന് വായിച്ച് നോക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൂടുതൽ മനസ്സിൽ നിൽക്കും. ഈ മൗലിക കടമകളുടെ ഇത് വന്നിട്ട് ഞാനൊരു സ്കൂൾ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മൗലിക കടമകൾ എന്ന് നമുക്ക് നോക്കാം. 51A മൗലിക കർത്തവ്യങ്ങൾ. താഴെ പറയുന്നവ ഭാരതത്തിലെ ഓരോ പൗരൻ്റെയും കർത്തവ്യമായിരിക്കുന്നതാണ്. ആദ്യത്തെ,
ഭരണഘടനയെ അനുസരിക്കുകയും ആദ്യത്തെ മൗലിക കടമ എന്താണ്? ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. ഇത് നമ്മൾ എന്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ഏതിലാണ്? വർമ്മ കമ്മിറ്റിയുടെ നിരീക്ഷണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് 1971 പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുപോലെ ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ എന്താണ്? സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയാദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയാദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. മൂന്നാമത്തെ എന്താ പറയുന്നത്? ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ഇതിൽ ഓരോന്നും നമ്മൾ വർമ്മ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വർമ്മ കമ്മിറ്റിയുടെ നിരീക്ഷണങ്ങളിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലെ, ഇന്ത്യൻ ശിക്ഷാ നിയമം എന്താ പറയുന്നത്? ദേശീയോദ്ഗ്രഥനത്തിന് വിരുദ്ധമായ ആരോപണങ്ങളും വാദങ്ങളും ശിക്ഷാർഹമായ കുറ്റങ്ങളാണെന്ന് പറഞ്ഞു. അതുപോലെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. അടുത്തത് മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്കതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. അടുത്തത് ആറാമത്തത് നമ്മുടെ സംസ്കാര സമന്വയത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. അടുത്തത് വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയാ ഉള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക. പൊതുസ്വത്ത് പരിരക്ഷിക്കുകയും ശപഥം ചെയ്ത അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. അടുത്തത് രാഷ്ട്രം യത്നത്തിൻ്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത തലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്ക വണ്ണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടതയ്ക്കു വേണ്ടി അധ്വാനിക്കുക. അവസാനത്തേതാണ് 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള തൻ്റെ കുട്ടിക്കോ തൻ്റെ സംരക്ഷണത്തിലുള്ള കുട്ടികൾക്ക് അതത് സംഗതി പോലെ മാതാപിതാക്കളോ രക്ഷകർത്താവോ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏർപ്പെടുത്തുക എന്നതാണ് നമ്മുടെ 11 മൗലിക കടമകൾ എന്ന് പറയുന്നത്. അതിൽ 11ാമത്തത് 86ാം ഭേദഗതി പ്രകാരം 2002 വന്നതാണ്. ബാക്കിയെല്ലാം 42ാം ഭേദഗതി പ്രകാരം 1976 വന്നതാണ്. ഒന്നുകൂടെ നോക്കാം. ആദ്യത്തേത് ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. രണ്ടാമത്തത് സ്വാതന്ത്ര്യത്തിനായുള്ള ദേശീയ സമരത്തിന് പ്രചോദനമായ നമ്മുടെ ഉദാത്തമായ ആദർശങ്ങളെ വിലമതിക്കുകയും പിന്തുടരുകയും ചെയ്യുക. മൂന്നാമത്തത് ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 4 രാജ്യത്തെ പ്രതിരോധിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യുക? അത് പ്രവർത്തിക്കുകയും ചെയ്യുക. 5 മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹൃദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ ഉപേക്ഷിക്കുക. 6 നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 7 വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയാ ഉള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. അത് ജീവികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏതോർക്കണം? ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഓർക്കണം കേട്ടോ. അടുത്തത് ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിൻ്റെ പരിഷ്കരണത്തിൻ്റെയും മനോഭാവം എന്നിവ വികസിപ്പിക്കുക. 9 പൊതുസ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഒഴിവാക്കുകയും ചെയ്യുക. 10 വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളിലും മികവ് കൈവരിക്കുന്നതിന് പരിശ്രമിക്കുക. അതുവഴി രാഷ്ട്രം നിരന്തരമായ പരിശ്രമത്തിൻ്റെയും നേട്ടങ്ങളുടെയും ഉയർന്ന തലത്തിലേക്ക് ഉയരുകയും ചെയ്യും. 6നും 14നും ഇടയിൽ പ്രായമുള്ള അവൻ്റെ കുട്ടികൾക്കോ ആശ്രിതനോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ നൽകുക. ഇതാണ് നമ്മുടെ 11 മൗലിക കടമകൾ. അപ്പോൾ ഈ മൗലിക കടമകൾ എന്നുള്ളത് എല്ലാ ഭാഗവും നമ്മൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് ഇത് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി നോക്കി ഇന്നത്തെ ക്ലാസ് കഴിയും.
ഇതിനു മുമ്പ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? 4A. ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതി. അത് നടപ്പിലാക്കുമ്പോഴുള്ള പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഭരണഘടനയിലെ മൗലിക ചുമതലകൾ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 51A. നിലവിൽ എത്ര മൗലിക കടമകളാണുള്ളത്? 11. അതുപോലെ നിർദ്ദേശക തത്വങ്ങളെ പോലെ മൗലിക കടമകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? കോടതി വഴി സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയാണ് എന്ന് പറഞ്ഞത് ഏത് ഭേദഗതി മൂലമാണ്? 86ാം ഭേദഗതിയിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. മൗലിക കടമകളിൽ കൂട്ടിച്ചേർത്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? 4ാം ഭാഗത്ത്. 4(1) 4Aയിലാണ് മൗലിക കടമകൾ വരുന്നത്. സോറൻ സിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ ഭാഗം ഏതാണ്? മൗലിക കടമകൾ. മൗലിക കടമകൾ നിലവിൽ വന്നത് എപ്പോഴാണ്? 1976ലാണ് നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ മൗലിക കടമകൾ ഏതൊക്കെയാണെന്ന് അറിയാലോ. അപ്പോൾ ഇനി വീണ്ടും ഞാനത് പറയുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അതുപോലെ പുതിയ പുതിയ ക്ലാസ്സുകളുമായി വരുന്നതായിരിക്കാം. ബൈ.